ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കായലും പാടമൊക്കെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോയത് കേട്ടോ. ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് ഈ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറിച്ചു കേട്ടോ. ഇത് അവർ കണ്ടു ഞങ്ങൾ പറിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പറിക്കാറില്ലാണ് എന്തെങ്കിലും പോകുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയും മധുരമൊക്കെ ചേർന്നിട്ടാണ്. ഇതെന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ആപ്പിളിൻ്റെ ഒക്കെ ഒരു മോഡൽ, ചെറിയ ഒരു ഫ്രൂട്ട്. പിന്നെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഈ പുല്ല് കണ്ടു. പുല്ലിൻ്റെ മുകളിലുള്ള ആ ഫ്ലവറൊക്കെ ഇങ്ങനെ പറിച്ചു. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പറിച്ചൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. ഒരു 5ാം ക്ലാസ് വരെയൊക്കെയാണ് ഇത്തരം ഓർമ്മകൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്നത്തെ ഓർമ്മയൊക്കെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴും പറിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ മക്കളൊക്കെ ക്ഷീണിച്ച് വെള്ളം കുപ്പിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല ചൂടല്ലേ. നല്ല വെയിലും ചൂടൊക്കെ ഉള്ള കാരണം ഞങ്ങളൊരു 4:30 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. 5 മണി 5:30 ആവാറായി കേട്ടോ. പക്ഷെ എന്നിട്ടും വെയിൽ തന്നെ ഇരുന്നു അവിടെ. കാരണം പാടല്ലേ, അപ്പോൾ നല്ല വെയിലാവും. പക്ഷേ നമ്മൾ വീടിൻ്റെ അവിടെയൊക്കെ ആ സമയത്ത് ഇരുട്ടായിട്ടുണ്ടാവും കേട്ടോ. അവിടെ നല്ല വെയിലിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. തണലുള്ള ഭാഗം നോക്കിയിട്ട് ഇരുന്നു. എന്നിട്ട് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഒന്ന് കാണാനൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ അതാ പാടം. കാരണം അവിടെ വെള്ളം ഇപ്പോഴും നനവുണ്ട് ചില ഭാഗങ്ങളിൽ. കാരണം ഇവിടെയൊക്കെ ഫുള്ള് ഈ സമയത്തൊക്കെ നിറയെ ആമ്പലും താമരയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമാണ്. ഇപ്രാവശ്യം അതൊക്കെ കുറഞ്ഞിരിക്കുന്നു നല്ല കേട്ടോ. ഈ ഭാഗമൊക്കെ കാണുന്ന ഭാഗമൊക്കെ നിറയെ താമരയായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ ഒരു പാടത്ത് ഒരു കണ്ടത്തിൽ മാത്രമേ ഈ താമര ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗമൊക്കെ നശിച്ചു പോയി. ഈ ചൂടും ഇതൊക്കെ കാരണമായിരിക്കും, വേനലൊക്കെ കാരണം. അപ്പോൾ നിറയെ ഇങ്ങനെ കണ്ണെത്താ ദൂരം പറഞ്ഞ പോലെ നിറയെ കിടന്നിരുന്ന സംഭവമാണ്. ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ കാണാൻ പോകലുണ്ട് കേട്ടോ. അതിൽ കൂടുതലൊന്നും പോകലില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോവും. അപ്പോൾ അവിടെയൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നടക്കുമ്പോഴൊക്കെ കാല് താന്നു പോകുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്തവരൊക്കെ ചെരുപ്പൊക്കെ ഊരി അങ്ങനെയൊക്കെ നടന്നു കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് എത്താൻ താമര പൊട്ടിക്കാം, അതുപോലെ താമരയുടെ കിഴങ്ങ് പറ്റുമെങ്കിൽ പറിച്ചിട്ട് വീട്ടിൽ വെക്കാൻ നോക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ചേച്ചി നാത്തും കുറച്ച് കിഴങ്ങൊക്കെ പറിച്ചെടുത്തു അടിയിൽ നിന്ന് കേട്ടോ. 2-3 എണ്ണമൊക്കെ. ഞങ്ങളിവിടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി നിൽക്കുകയാണ്. കുറച്ച് താമരപ്പൂവും താമര മൊട്ടൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നൊക്കെ പറിച്ചു. കുറച്ച് റിസ്ക് ആയിരുന്നു, കാരണം ചെളിയാണ് താഴെ. അപ്പോൾ നമ്മൾ കാല് താന്നു പോയാലൊക്കെ പ്രശ്നമല്ലേ, അത് കാരണം. ഇതാട്ടോ ഒരു ചെടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. വേറെയും കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറിച്ചിട്ട് വീണ്ടും ഞാൻ നടക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു താഴ്ച പോലെ ചേറൊക്കെ താഴെ ഉണ്ട് കേട്ടോ. അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ചവിട്ടിയിട്ട് പോണത്. നല്ല ഭംഗിയാണ് സ്ഥലം കാണാൻ. അവിടെ എത്തിയാൽ നമുക്ക് എന്താ പറയുക, നല്ല റിലാക്സാക്ഷനാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ സന്ധ്യ സമയത്ത് തന്നെ പോകണം. വെയിലത്ത് ഒക്കെ പോയാൽ ശരിയാവില്ല. അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ ഇങ്ങനെ പോയി കുറച്ച് നേരം ഇരിക്കാനൊക്കെ നിറയെ കിളികൾ ഇങ്ങനെ പാറി പോകുന്നതൊക്കെ കാണാം. അങ്ങനെ നല്ല രസമാണ് അങ്ങനെ പോയിരിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് റീൽസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ അത്. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമുക്കിങ്ങനെ എന്താണെന്ന് പറയാൻ അറിയില്ല. അങ്ങനൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇരുട്ടാവുന്നത് വേഗം, കാരണം ഇരുട്ടാവാറായിട്ട് ഞങ്ങൾ എത്തി തന്നെ 5 മണി 5:30 അതുകൊണ്ട് തന്നെ വേഗം ഇരുട്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു. അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് അതൊക്കെ നോക്കി വീണ്ടും തിരിച്ചു കേട്ടോ. തിരിച്ച് നടന്നിട്ട് തന്നെയാണ് പോണത്. കയ്യിലുള്ള വെള്ളമൊക്കെ കഴിയാറായി കേട്ടോ. ഏകദേശം തീർന്നു. അങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നാലോ എന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ നടന്നെത്തുമ്പോഴേക്കും നല്ലൊരുട്ടാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നു. ഇതാ പശുക്കളേനെയൊക്കെ ഓരോരുത്തർ മേയ്ക്കാൻ വന്ന് അവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വേറെയും കുറേ പശുക്കളൊക്കെ പോത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ വഴിവെക്കിൽ മാങ്ങ ഉണ്ടായിരുന്നു. വെറുതെ 2 എണ്ണം പറിച്ചു. ഒരു രസം അങ്ങനെ പറിച്ചു കേട്ടോ. അങ്ങനെ വീടെത്താറായി. അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. അപ്പോൾ അവിടെ കടയിൽ നിന്ന് സിപ്പൊക്കെ വാങ്ങി കൂളായി അങ്ങനെ മെല്ലെ റിലാക്സായി നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്.